ഉത്രാട ദിനത്തിൽ കോഴിക്കോട് നഗരത്തിലിറങ്ങിയവർ ഗതാഗതക്കുരുക്ക് മൂലം ബുദ്ധിമുട്ടിയെങ്കിലും തിരുവോണത്തിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളുമായാണ് വീട്ടിലേക്ക് തിരിച്ചത്. ഉത്രാട ദിവസം റിപ്പോർട്ടിങ്ങിനിറങ്ങിയ അമലയുടെയും ക്യാമറാമാൻ റെമോ പീറ്ററിന്റെയും വാർത്തയിലേക്ക്. അതെ റെമോ, തുടങ്ങല്ലേ. കോഴിക്കോട്ടങ്ങാടി ഉത്രാട പാച്ചിലാണ്. പാച്ചിലിലെ ചില വിശേഷങ്ങളിലേക്ക്. അപ്പോൾ അവിടെയും കാട്ടി കുറച്ച് വില കുറവുണ്ട്. തലശ്ശേരിയേക്കാൾ കൂടുതൽ വില കുറവുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ ഈ കോഴിക്കോട്ടങ്ങാടിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 5-6 കൊല്ലത്തിന് ശേഷം അത്ര ഉഷാറുള്ള ഓണം പെരുന്നാൾ വന്നിട്ടില്ല. അത്ര ഉഷാറായിരുന്നു. ഒരുമിച്ച് വന്ന ആഘോഷം ഇവിടെ ഭയങ്കര തകർപ്പനായിരുന്നു. അപ്പോൾ വെച്ചാൽ ഇതിൽ ഇവിടെ ജനങ്ങൾക്ക് പിന്നെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പല ബുദ്ധിമുട്ടായി വരുന്ന കുഴപ്പമില്ല, ഞങ്ങളിപ്പം ഷോപ്പിംഗ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഓണമൊക്കെ അടിപൊളി. ഓണം ബക്രീദ് ഒന്നിച്ച് വന്നിട്ട് വളരെ ഉഷാറായി. ഹാപ്പി ഓണം. രണ്ടാം നാളിൻ്റെ ജീവനമുറ്റത എൻ്റെ വന്നു കട്ടു, ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു. ഷോപ്പിങ്ങിന് വന്നതാണോ? പുതിയ ഉടുപ്പൊക്കെ വാങ്ങിച്ചോ? ഉടുപ്പൊക്കെ വാങ്ങിച്ചു. ഉമ്മാന്റെ കൂടെയാണോ വന്നേ? സന്തോഷായോ പുതിയ ഉടുപ്പൊക്കെ കിട്ടിയപ്പോ? നല്ല ഓണം, നല്ല പെരുന്നാൾ, അടിപൊളി. ഞമ്മക്ക് കെങ്കമോ സോറി. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഒരുക്കങ്ങൾ എത്ര നേരത്തെ തുടങ്ങിയാലും ഉത്രാട ദിനത്തിലെ പാച്ചിലില്ലാതെ ഓണാഘോഷം അതിന്റെ പൂർണ്ണതയിലെത്തുന്നില്ല. ക്യാമറാമാൻ റെമോ ബെഞ്ചമിൻ പീറ്ററിനൊപ്പം കോഴിക്കോട്ട് നിന്നും അമല ജോൺ.